സിനിമ കോൺക്ലേവ് ഓഗസ്റ്റ് ആദ്യവാരം നടത്തുമെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നു. കോൺക്ലേവിന് ശേഷം കരട് നിയമം രൂപീകരിക്കും. 2 മാസത്തിനകം നിയമനിർമ്മാണം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ സർക്കാർ കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഹേമ കമ്മിറ്റിയെ തുടർന്ന് എടുത്ത കേസുകളുടെ അന്വേഷണം വിശദാംശങ്ങൾ സമർപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കോടതി നിർദ്ദേശം നൽകി. 10 ദിവസത്തെ സാവകാശം കൂടി നൽകിയിരിക്കുകയാണ് ഹൈക്കോടതി. വിവരങ്ങളുമായി സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്നും ചേരുകയാണ്. സാലി, ഈ സിനിമ കോൺക്ലേവ് ഇപ്പോൾ ഓഗസ്റ്റ് ആദ്യവാരത്തിൽ സംഘടിപ്പിക്കും. കഴിഞ്ഞ കുറേ നാളുകളായി അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും വാർത്തകളും ഒക്കെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ അതിൽ എപ്പോൾ നടത്തും എന്നതിലൊരു വ്യക്തത സർക്കാർ വരുത്തിയിരിക്കുകയാണോ? കോൺക്ലേവ് സംഘടിപ്പിച്ച ഉടൻ തന്നെ അതിലൊരു സിനിമയുമായി ബന്ധപ്പെട്ട ഒരു നിയമനിർമ്മാണത്തിലേക്ക് കടക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. അത് സിനിമാ മേഖലയിലെ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട് എല്ലാ സിനിമാ സംഘടനകളുടെയും ഒരു കോൺക്ലേവ് നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്നതാണ്. അത് ഈ ജനുവരിയിൽ നടത്തും എന്നായിരുന്നു സർക്കാരിന്റെ പ്ലാൻ. പക്ഷെ മറ്റു പല കാരണങ്ങളാൽ അത് നീണ്ടുപോയി. പിന്നീട് കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചപ്പോൾ ഓഗസ്റ്റിൽ നടത്താം എന്ന് സർക്കാർ ഹൈക്കോടതി അറിയിച്ചിരുന്നു. പക്ഷെ ഇന്ന് കൃത്യതയോടെ അറിയിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് ആദ്യവാരം തന്നെ സിനിമ കോൺക്ലേവ് സംഘടിപ്പിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. കോൺക്ലേവിന് ശേഷം ഉടൻ തന്നെ കരട് നിയമം തയ്യാറാക്കും. തുടർന്ന് 2 മാസത്തിനകം അത് നിയമനിർമ്മാണത്തിലേക്കും കടക്കും. അതായത് കൃത്യമായി ഒരു പ്ലാൻ സർക്കാർ ഇന്ന് കോടതി അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ കോടതി നടപടിക്രമങ്ങളുടെ ഒരു സവിശേഷത. ഏതായാലും കോടതി ഇത് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് നിരവധി പരാതികൾ വരികയും പരാതി ഉയരാത്ത സംഭവങ്ങളിൽ പോലും ഹേമ കമ്മിറ്റിയുടെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ FIR ഇടാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിരുന്നു പ്രത്യേക അന്വേഷണ സംഘം. അതിൽ പലരും അന്വേഷണ സംഘത്തിന് മുമ്പാകെ മൊഴി നൽകാനോ ഒന്നും തയ്യാറാകാത്ത ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. അക്കാര്യവും അന്വേഷണ സംഘം നേരത്തെ ഹൈക്കോടതി അറിയിച്ചിരുന്നു. കേസെടുക്കാൻ തങ്ങൾ തയ്യാറാണ്. പക്ഷേ അന്വേഷണവുമായി ഈ കമ്മിറ്റി മുമ്പാകെ മൊഴി നൽകിയ പല ചലച്ചിത്ര താരങ്ങളും പ്രത്യേകിച്ച് നടിമാർ തയ്യാറാകാത്ത ഒരു പ്രതിസന്ധി ഉണ്ട് എന്ന് SIT ഹൈക്കോടതി അറിയിച്ചിരുന്നു. അതിനെ തുടർന്നാണ് എങ്കിൽ എത്ര കേസ് വന്നു, എത്ര മൊഴികൾ രേഖപ്പെടുത്തി, ഏതിലൊക്കെ FIR കഴിഞ്ഞു, ഏതിലൊക്കെ തുടരാൻ കഴിയുന്നു, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഇത് തുടരാൻ കഴിയാതെ അവസാനിപ്പിക്കേണ്ടത് എന്ന വിശദമായ ഒരു വിവരം കോടതി അറിയിക്കൂ എന്ന് കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അപ്പം ഇന്ന് കോടതി അക്കാര്യത്തിൽ പറഞ്ഞ ഒരു 10 ദിവസം സാവകാശം തരാം. 10 ദിവസത്തിനകം ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ റിപ്പോർട്ട്. അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് എടുത്ത കേസുകൾ ആരൊക്കെ മൊഴി നൽകി, എത്ര FIR രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ 10 ദിവസത്തിനുള്ളിൽ കോടതി അറിയിക്കണം അല്ലേ? തീർച്ചയായും. അതായത് ഒരു പ്രതിസന്ധി രൂപപ്പെട്ടിരുന്നു. പലരും സഹകരിക്കാൻ തയ്യാറായിരുന്നില്ല. ഹേമ കമ്മിറ്റിക്ക് മൊഴി കൊടുത്തു. പക്ഷേ SIT മുമ്പിൽ വരാൻ അവർ തയ്യാറായില്ല. കേസ് വേണ്ട എന്ന അത് ഈ SIT രൂപീകരിക്കുന്ന സമയത്ത് തന്നെ ഉയർന്നു വന്നൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നല്ലോ. കാരണം ഈ താരങ്ങളൊക്കെ അന്ന് തന്നെ പറയുന്നുണ്ടായിരുന്നു, ഇവരൊക്കെ കമ്മിറ്റിക്ക്, ഈ ഹേമ കമ്മിറ്റിക്ക് മുൻപിൽ മൊഴി നൽകിയത് ഇത്തരത്തിലൊരു പ്രശ്നമുണ്ട് എന്ന് അറിയിക്കുകയും അതിനൊരു പരിഹാരത്തിന് വേണ്ടിയിട്ടാണ്. അതല്ലാതെ അതിനപ്പുറത്തേക്ക് നിയമ നടപടികളിലേക്ക് പോകാൻ പലരും താല്പര്യപ്പെട്ടിരുന്നില്ല എന്ന് അന്ന് തന്നെ പറഞ്ഞതാണ്. അത് പിന്നീട് SIT രൂപീകരിച്ചതിന് ശേഷവും ഒരു പ്രതിസന്ധിയായി നിൽക്കുകയാണല്ലേ? അതായത് ഇത് SIT രൂപീകരിക്കുന്ന ഈ ഒരു പ്രതിസന്ധി മുന്നിൽ കണ്ടതാണ്. പക്ഷെ എങ്കിലും പ്രത്യേക അന്വേഷണ സംഘം സർക്കാർ രൂപീകരിക്കാൻ തയ്യാറായി. പലരും സഹകരിക്കാൻ തയ്യാറാകാത്തതുകൊണ്ട് കേസെടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് മുൻപ് മറ്റൊരു സിംഗിൾ ബെഞ്ച് ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുകയും കേസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ഹേമ കമ്മിറ്റിയിൽ വന്ന കാര്യങ്ങളിൽ മുഴുവൻ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങിയേ പറ്റൂ എന്ന കർശന നിലപാട് സർക്കാരിന് കൊടുത്തു. സർക്കാർ ആ നിലപാട് SIT ആവർത്തിക്കുകയും ചെയ്തു. അങ്ങനെയാണ് SIT കേസെടുക്കാൻ തുടങ്ങിയത്. പക്ഷേ കേസെടുത്ത് വന്നപ്പോൾ മുമ്പുണ്ടായിരുന്ന പ്രതിസന്ധി തന്നെ ഇപ്പോഴും നിലനിൽക്കുകയാണ്.